നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. പണിമുടക്കിന്റെ ഭാഗമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിന്റെ ഭാഗമായി UDTFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പണിമുടക്ക് കാഞ്ഞങ്ങാട് നഗരത്തിലും പൂർണ്ണം. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. മഞ്ചേശ്വരം തുമിനാട്ട് മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉമ്മർ ഫാറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഭർതൃമതിയെ ഭീഷണിപ്പെടുത്തി വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസ്. കുമ്പളയിലെ CPM നേതാവ് സുധാകരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. തലങ്കര സബ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടില്ല. പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാനുള്ള നീക്കം പോസ്റ്റൽ വകുപ്പ് ഔദ്യോഗികമായി ഉപേക്ഷിച്ചു. KCN ഇംപാക്ട്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ കഞ്ചാവ് വേട്ട. 13 കിലോയോളം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കുന്നു. സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. പണിമുടക്ക് സമരത്തെ തുടർന്ന് ഒരു ഹർത്താലിന്റെ പ്രതീതിയാണ് കാസർഗോഡ് ഉണ്ടായത്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയം തിരുത്തുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബുധനാഴ്ച രാത്രി 12 മണി മുതലാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് സമരം തുടങ്ങിയത്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ടൗണുകളിലെല്ലാം പണിമുടക്ക് സമരം പൂർണ്ണമായിരുന്നു. കാസർഗോഡ് നഗരത്തിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. കാസർഗോട്ടെ സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചുവെങ്കിലും ഹാജർ നില കുറവായിരുന്നു. വാഹനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് നഗരത്തിലെത്തിയ അത്യാവശ്യ യാത്രക്കാർ നന്നെ പ്രയാസപ്പെട്ടു. പണിമുടക്ക് സമരത്തെ തുടർന്ന് ഒരു ഹർത്താലിന്റെ പ്രതീതിയാണ് കാസർഗോഡ് ഉണ്ടായത്. പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ കാസർഗോഡ് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CITU, AITUC, NLU സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നിരവധി പേർ അണിനിരന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് വഴി നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ സമാപിച്ചു. പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി, ദശാബ്ദങ്ങളായി ഇവിടെ ഇന്ത്യൻ തൊഴിലാളി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ, സമരങ്ങളിൽ, പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളിലൊന്നാണ് ഇന്ത്യൻ തൊഴിലാളിയെ സംരക്ഷിക്കുന്നതിനും അവന്റെ തൊഴിലവകാശം സംരക്ഷിക്കുന്നതിനും അവന്റെ ദൈനംദിന ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായിട്ടുള്ള ഒരു നിയമ പരിരക്ഷ, അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 29ഓളം തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിൽ ആവിഷ്കരിച്ചത്. വർഷങ്ങളായി അത് പാലിക്കപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ
ഇന്ത്യയിൽ വന്ന ഭരണമാറ്റത്തെ തുടർന്ന് അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാതെ വന്നപ്പോൾ അവരുടെ മുതലാളിമാർ, അവരുടെ കുത്തക മുതലാളിമാർ, ബഹുരാഷ്ട്ര കുത്തകകളെല്ലാം അവരുടെ ഇംഗിതാനുസരണം കാര്യങ്ങൾ നടപ്പിലാക്കാതെ വന്നപ്പോൾ ഇന്ത്യൻ ഭരണവർഗമായിട്ടുള്ള വലതുപക്ഷം പിന്തിരിപ്പൻ പാർട്ടിയായിട്ടുള്ള BJPയും അവരുടെ വർഗനയത്തിന്റെ ഫലമായി തന്നെ അവരുമായി സന്ധി ചെയ്യാനും ആലോചിക്കാനും കഴിയുന്ന എല്ലാ ഭൂപ്രഭുവർഷ വർഗ സംവിധാനങ്ങളെയെല്ലാം ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഓരോ നിയമങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കുന്നത്. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, KSTA സംസ്ഥാന സെക്രട്ടറി A രാഘവൻ മാസ്റ്റർ, T പ്രകാശൻ മാസ്റ്റർ, ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം സുജിത്ത്, AITUC ജില്ലാ സെക്രട്ടറി ബിജു ഉണ്ണിത്താൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി A രവീന്ദ്രൻ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ശാന്തകുമാരി, DYFI ജില്ലാ കമ്മിറ്റി അംഗം ജ്യോതി, പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധി AV പത്മേഷ്, K രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹനൻ സ്വാഗതം പറഞ്ഞു. M രാജഗോപാലൻ MLA, TK രാജൻ, T കൃഷ്ണൻ, P മണിമോഹനൻ, ബിജു ഉണ്ണിത്താൻ, K രാഘവൻ മാസ്റ്റർ, T പ്രകാശൻ മാസ്റ്റർ, ഗിരികൃഷ്ണൻ, മോഹൻ കുമാർ പാടി, P ജാനകി, PV കുഞ്ഞമ്പു, A രവീന്ദ്രൻ, സുജിത്ത് PU, മാമു ഷമീർ, C ശാന്തകുമാരി, ജ്യോതി S, AV പത്മേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെർക്കളയിൽ അബ്ദുൾ റഹ്മാൻ ധന്യവാദ്, A നാരായണൻ, KV ബലരാജൻ, സുഭാഷ് പാടി, P ശിവപ്രസാദ്, വരദരാജ് എന്നിവർ നേതൃത്വം നൽകി. എടനീരിൽ KN പ്രഭാകരൻ, PM രവീന്ദ്രൻ, O സന്തോഷ്, KK രാജൻ മാസ്റ്റർ, K ഹരീശൻ, K സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. ഉളിയത്തടുക്കയിൽ TM നന്ദനൻ, PC ജയചന്ദ്രൻ, ഭുജംഗ ഷെട്ടി, B മോഹനൻ, KV രമേശൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിന്റെ ഭാഗമായി UDTF-ന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം എയർലൈൻസ് റോഡ് വഴി നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി UDTF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം എയർലൈൻസ് റോഡ് വഴി നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പതിറ്റാണ്ടുകളായി പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങളൊക്കെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാറ്റി എഴുതി 29 തൊഴിൽ നിയമങ്ങൾ 4 ലേബർ കോഡുകളായി കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ലേബർ കോഡുകളൊക്കെ നടപ്പിലാക്കിയത് പാർലമെന്റിൽ വിശദമായ ചർച്ച നടത്തിയിട്ടൊന്നുമല്ല. ഒരു കോഡ് നടപ്പിലാക്കിയത് പുലർച്ചെ 1:15 മണിക്കാണ്, മറ്റൊരു കോഡ് നടപ്പിലാക്കിയത് പുലർച്ചെ 3:30 മണിക്കാണ്. ഇന്ത്യൻ പാർലമെന്റില് പുലർച്ചെ 3:30 മണിക്കും 1:15 മണിക്കുമൊക്കെയാണ് ഈ കോഡുകൾ പാസ്സാക്കിയെടുക്കുന്നത്. ഒരു ചർച്ച പോലും നടത്താതെയാണ് പാസ്സാക്കിയെടുക്കുന്നത്. ഈ കോഡുകള് 4 കോഡുകളാക്കി എണ്ണം ചുരുക്കിയതിലല്ല ഞങ്ങൾക്ക് പ്രതിഷേധം. ഈ കോഡുകൾ നടപ്പിലാക്കുന്നതുകൂടി ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളെ ബാധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇല്ലാതാവുകയാണ്. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് TV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. UDTF ജില്ലാ ചെയർമാൻ ഷെരീഫ് കൊടവഞ്ചി സ്വാഗതം പറഞ്ഞു. ട്രേഡ് യൂണിയൻ നേതാക്കളായ TV ഉമേഷ്, A അഹമ്മദ് ഹാജി, അഷ്റഫ് എടനീർ, B ഫാത്തിമ ഇബ്രാഹിം, മുത്തലീബ് പാറക്കട്ട, PIA ലത്തീഫ്, മൊയ്തീൻ കൊല്ലമ്പാടി, സുബൈർ മാര, ഷുക്കൂർ ചെർക്കളം, KT അബ്ദുറഹ്മാൻ, അർജുനൻ തായലങ്ങാടി, BC കുമാരൻ, K സുരേഷ് കുമാർ, സിജി ടോണി, ഉമേശൻ അണങ്കൂർ, സത്യൻ C ഉപ്പള എന്നിവർ സംസാരിച്ചു.
കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തൊഴിൽ കോഡ് നിയമങ്ങൾ പിൻവലിക്കുക, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക, കർഷക വിരുദ്ധമായ വിത്ത് ബിൽ പിൻവലിക്കുക, വൈദ്യുതി ബിൽ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ, കാലിക്കടവ്, ചെറുവത്തൂർ ടൗണുകളെ കാര്യമായി ബാധിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ചിലയിടങ്ങളിൽ സ്വകാര്യ കാറുകളും മറ്റും സർവീസ് നടത്തുന്നുണ്ട്. ഹിറ്റ്ലർ ഭരണം മോഡലാക്കി വംശഹത്യ പാതയിലൂടെ മുട്ടുമടക്കിയ നരേന്ദ്രമോദി നിങ്ങൾക്കെതിരെ ഉയരുന്നു. തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്നും പൊതുമേഖലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ നീളുന്ന ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ, കാലിക്കടവ്, ചെറുവത്തൂർ തുടങ്ങിയ ടൗണുകളിൽ ഏതാണ്ട് പൂർണ്ണമാണ്. പണിമുടക്കിയ പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗങ്ങളും നടത്തി. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പൊതുയോഗം RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ, സെക്രട്ടറിമാരായ KV ജനാർദ്ദനൻ, സെക്രട്ടറി PA റഹ്മാൻ, HMS ജില്ലാ സെക്രട്ടറി VV വിജയൻ, CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി K കനേഷ്, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് M രാമചന്ദ്രൻ, TP ഉഷ, KV ശശി, TV കുഞ്ഞികൃഷ്ണൻ, TV ഉമേശൻ എന്നിവർ നേതൃത്വം നൽകി. പല നിയമങ്ങളും തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട, നമ്മുടെ എത്രയോ കാലമായി നമുക്ക് അവകാശപ്പെട്ട പല അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിയമ നടപടിയാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ പാസ്സാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പൗരബോധം നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാം പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ആർക്കും ഒന്നും പറയാൻ അവിടെ അവകാശമില്ല. പ്രതിപക്ഷങ്ങൾ വെറുതെ നോക്കുകുത്തികളായി അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആരെയും സംസാരിക്കാൻ പറ്റുന്നില്ല, ബില്ലുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മുമ്പൊക്കെ ചരിത്ര പുസ്തകങ്ങളിലേക്ക് വായിച്ചിട്ടുണ്ടാവും. ഹിറ്റ്ലറുടെ ഭരണകാലത്തും മറ്റ് ഏകാധിപതികളുടെ ഭരണകാലത്തും പ്രതിപക്ഷങ്ങളെ നാവടുപ്പിക്കുന്ന ഒരു സംഗതിയാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പണിമുടക്ക് കാഞ്ഞങ്ങാട് നഗരത്തിലും പൂർണ്ണം. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനം നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചില സ്വകാര്യ വാഹനങ്ങൾ ഒഴിച്ചാൽ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകടനം കോട്ടച്ചേരി കുന്നുമ്മലിൽ നിന്നും ആരംഭിച്ച് പുതിയ കോട്ട ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷിക്കുന്ന ഭരണകൂടത്തിന്റെ നയത്തിനെതിരെ
1991 മുതൽ കഴിഞ്ഞ 35 വർഷക്കാലത്തിനിടയിൽ നടക്കുന്ന 24ാമത് ദേശീയ പണിമുടക്കമാണ് ഇന്ന് നടക്കുന്നത്. 1991 മുതൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ സാമ്പത്തിക നയം രാജ്യത്തെ സമ്പന്നനെ കൂടുതൽ സമ്പന്നനാക്കുന്നതും രാജ്യത്തെ തൊഴിലാളികളെയും സാധാരണക്കാരനെയും കൂടുതൽ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്നതുമായ നയമാണ് സ്വീകരിക്കുന്നത്. ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമ്പന്നന്റെ ലാഭം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു കേന്ദ്ര ഭരണകൂടം. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് ബ്രിട്ടീഷുകാരൻ ഭരിക്കുമ്പോൾ ഉൾപ്പെടെ കൊണ്ടുവന്ന ഒരുപാട് തൊഴിലാളിക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന നിയമങ്ങൾ 1926 രാജ്യത്ത് തൊഴിലാളിക്ക് സംഘടിക്കാനും കൂട്ടായി വിലപേശാനും അധികാരം നൽകുന്ന അവകാശം നൽകുന്ന ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ വന്നത്. 1926 ബ്രിട്ടീഷുകാരൻ ആ നിയമം കൊണ്ടുവന്നുവെങ്കിൽ രാജ്യം സ്വാതന്ത്ര്യം നേടി 77 വർഷം കഴിയുമ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ആ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 100 വർഷം പിന്നിടുമ്പോൾ ആ നിയമം സ്വതന്ത്ര ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം ഇല്ലാതാക്കുന്നു എന്നതാണ് വസ്തുത. രാജ്യത്തെ 29 തൊഴിൽ നിയമങ്ങൾ, തൊഴിലാളിക്ക് അല്പം ആശ്വാസം നൽകുന്ന തൊഴിൽ നിയമങ്ങളെല്ലാം മുതലാളിക്ക് അനുകൂലമാക്കി മാറ്റി 4 ലേബർ കോഡുകളാക്കി മാറ്റി. പി രാജു അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ സ്വാഗതം പറഞ്ഞു. VV പ്രസന്നകുമാരി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ HMS, KT കുഞ്ഞു മുഹമ്മദ്, വിശ്വനാഥൻ KV, ഹരിദാസ് മാസ്റ്റർ, കാറ്റാടി കുമാരൻ, A മാധവൻ, MR ദിനേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം തുമ്മിനാട് മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉമർ ഫാറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കൃത്യം നടത്തിയതിന്റെ പുനരാവിഷ്കാരവും നടത്തി. 2-ാം തീയതിയാണ് 18 വയസ്സ് മാത്രമുള്ള ഏകമകൾ മറിയം ജുമൈലയെയും ബന്ധു ഷേഖുഞ്ഞിയെയും ഉമർ ഫാറൂഖ് വെട്ടിക്കൊലപ്പെടുത്തിയത്. മഞ്ചേശ്വരം തുമ്മിനാട് ഹിൽ ടോപ്പ് നഗറിൽ മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉമർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കൃത്യം നടത്തിയതിന്റെ പുനരാവിഷ്കാരവും നടത്തി. ഈ മാസം 2-ാം തീയതിയാണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൾ മറിയം ജുമൈലയെയും ബന്ധു ഷേഖുഞ്ഞിയെയും ഉമർ ഫറൂഖ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഉമർ ഫറൂഖും ഭാര്യ താഹിറയും തമ്മിലുള്ള കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടയിലുണ്ടായ വാക്കുതർക്കമാണ് 2 കൊലപാതകങ്ങളിൽ കലാശിച്ചത്. ഷേഖുഞ്ഞിയുടെ വീട്ടിൽ വച്ചായിരുന്നു കൊലപാതകം. ഷേഖുഞ്ഞിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പുതിയ കത്തി വാങ്ങിയാണ് പ്രതി എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും രോഷപ്രകടനവുമുണ്ടായി. പ്രതിയെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ലഹരിക്കടിമയായ ഉമർ ഫറൂഖ് മകളെയും ഭാര്യയെയും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഉപ്പള ജിടെക്കിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു മരണപ്പെട്ട മറിയം ജുമൈല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭർതൃമതിയെ ഭീഷണിപ്പെടുത്തി വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ കുമ്പളയിലെ CPM നേതാവ് സുധാകരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 1 തള്ളി. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 2 മക്കളുടെ മാതാവായ ഭർതൃമതിയുടെ പരാതിയിലാണ് കഴിഞ്ഞ മാസം കാസർഗോഡ് വനിതാ പോലീസ് ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത്. ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും 3 പതിറ്റാണ്ടിലേറെയായി പീഡനം തുടരുകയായിരുന്നുവെന്നാണ് ഭർതൃമതിയുടെ പരാതിയിൽ പറയുന്നത്. ഭർതൃമതിയെ ഭീഷണിപ്പെടുത്തി വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ എൻമകജെ പഞ്ചായത്ത് അംഗവും CPM കുമ്പള ഏരിയ മുൻ സെക്രട്ടറിയും അധ്യാപകനുമായ S സുധാകരൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് PH രജിത തള്ളി. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 2 മക്കളുടെ മാതാവായ ഭർതൃമതിയുടെ പരാതിയിലാണ് കഴിഞ്ഞ മാസം കാസർഗോഡ് വനിതാ പോലീസ് ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത്. ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും 3 പതിറ്റാണ്ടിലേറെയായി പീഡനം തുടരുകയായിരുന്നുവെന്നാണ് ഭർതൃമതിയുടെ പരാതിയിൽ പറയുന്നത്. ബലാത്സംഗ കേസിൽ കുറ്റാരോപിതനായതിനെ തുടർന്ന് എൻമകജെ പഞ്ചായത്ത് ബോർഡിന് സുധാകരൻ നൽകിയ അവധി അപേക്ഷ കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗം തള്ളിയിരുന്നു. വിഷയം മെഡിക്കൽ ബോർഡിന് കൈമാറുകയും ചെയ്തു. അധ്യാപകനായ സുധാകരൻ സ്കൂളിൽ നിന്ന് അവധിയെടുത്തിരിക്കുകയാണ്. ഇയാളെ അധ്യാപക സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്.
പരാതിക്കാരിക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ ലോഹിതാക്ഷനും അഡ്വക്കേറ്റ് എം നാരായണ ഭട്ടും ഹാജരായി. കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടും രാഷ്ട്രീയ സ്വാധീനതയിൽ അറസ്റ്റ് വൈകുന്നുവെന്നാരോപിച്ച് പരാതിക്കാരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് സൂചന. സുധാകരനെ യൂത്ത് കോൺഗ്രസ് നേതാവായ പെർള സ്വദേശി അബ്ദുൾ ജബ്ബാറിനെ ആക്രമിച്ച കേസിൽ എറണാകുളം CBI കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. 8 വർഷത്തോളം തടവ് അനുഭവിച്ച ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിനെ തുടർന്ന് ഇയാളെ കോടതി വിട്ടയച്ചിരുന്നു. ഈ കേസിൽ ജബ്ബാറിന്റെ കുടുംബം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഇപ്പോഴും പരിഗണനയിലാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകുവാനുള്ള നീക്കത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തളങ്കര സബ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടില്ല. പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാനുള്ള നീക്കം പോസ്റ്റൽ വകുപ്പ് ഔദ്യോഗികമായി ഉപേക്ഷിച്ചു. കേരള ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ചാർജ് വഹിക്കുന്ന സയ്യിദ് റാഷിദ് നെല്ലിക്കുന്ന് MLA രേഖാമൂലമാണ് ഇക്കാര്യം അറിയിച്ചത്. പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് KCN ചാനലും വാർത്ത നൽകിയിരുന്നു. ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് പോസ്റ്റൽ വകുപ്പ് വിവാദ തീരുമാനം പിൻവലിച്ചത്. 1955 തളങ്കര കടവത്ത് സ്ഥാപിതമായ തളങ്കര സബ് പോസ്റ്റ് ഓഫീസ് പ്രദേശവാസികളുടെ പ്രധാന ആശയവിനിമയ മാർഗവും ഒപ്പം നാടിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനവുമാണ്. ഇന്നും പലരും പോസ്റ്റ് ഓഫീസിന്റെ ആധുനിക കാലഘട്ടത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് വരുമാനം കുറവാണെന്ന കാരണം പറഞ്ഞ് ഈ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി ഹെഡ് പോസ്റ്റ് ഓഫീസിനോട് ലയിപ്പിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചത്. ഇതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രദേശവാസികൾ പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി രൂപീകരിച്ച് രാപ്പകൽ സമരം ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. തളങ്കര പ്രദേശത്തിന്റെ പ്രധാന ആശയവിനിമയ മാർഗമായ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടിയാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മേൽവിലാസം ഉൾപ്പെടെ മാറുമെന്ന ആശങ്കയുമെല്ലാം വിവരിച്ച് KCN ചാനലും വാർത്ത നൽകിയിരുന്നു. ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് പോസ്റ്റൽ വകുപ്പ് വിവാദ തീരുമാനം പിൻവലിച്ചത്. KCN ചാനലിൽ നൽകിയ ആ വാർത്ത കാണാം. 1955 തളങ്കര കടവത്ത് തളങ്കര സബ് പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. അന്നു മുതൽ തളങ്കര പ്രദേശവാസികളുടെ പ്രധാന ആശയവിനിമയ മാർഗമായി നിലകൊണ്ട ഈ പോസ്റ്റ് ഓഫീസ് നാടിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനമാണ്. ഇന്നും പലരും പോസ്റ്റ് ഓഫീസിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഇതിനിടയിലാണ് എക്കണോമിയുടെ പേര് പറഞ്ഞ് തളങ്കര സബ് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി ഹെഡ് പോസ്റ്റ് ഓഫീസിനോട് ലയിപ്പിക്കുവാൻ നീക്കങ്ങൾ ആരംഭിച്ചത്. ഇതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് ഒന്നാം ഘട്ട പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണ് അലയടിച്ചത്. നാട്ടുകാരുടെ മേൽവിലാസം മാറുകയും പ്രവാസികൾ ഏറെയുള്ള പ്രദേശമായതിനാൽ പാസ്പോർട്ട് അടക്കം പ്രധാന രേഖകളിൽ മാറ്റം വരുത്തുന്നതിനുമായി നെട്ടോട്ടം ഓടേണ്ടി വരുമെന്നതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളെയാണ് തളങ്കരക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയെന്ന് പ്രദേശവാസിയും കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർമാനുമായ KM ഹനീഫ് പറഞ്ഞു. ഞങ്ങൾ തളങ്കര നിവാസികൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ ഒരു മഹാസമരം ഇവിടെ കാസർഗോഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തുകയുണ്ടായി. അത് എന്തെന്നാൽ ഞങ്ങൾ കഴിഞ്ഞ 70 വർഷമായി തളങ്കരയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉപയോഗിച്ചു കൊണ്ടിരുന്നു. 1955 സ്ഥാപിതമായ പോസ്റ്റ് ഓഫീസ് ഈ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം നിർത്തുമെന്ന് പറഞ്ഞുള്ള ഒരു നോട്ടീസ് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു സമരസമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രാരംഭ നടപടിയായി 24 മണിക്കൂർ രാപ്പകൽ സമരം കാസർഗോഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം വളരെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുകയുണ്ടായി. ഈ പോസ്റ്റ് ഓഫീസ് നിർത്തുക എന്നതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ്. വളരെ കാലമായി ഞങ്ങൾക്ക് കത്തുകൾ വന്നുകൊണ്ടിരുന്നത് 671122 എന്ന ഒരു പിൻകോഡിലായിരുന്നു. ഇത് നിർത്തലാക്കിയാൽ ഞങ്ങളുടെ അഡ്രസ്സൊക്കെ മാറുകയാണ്. അഡ്രസ്സ് മാറിയാൽ ഞങ്ങളുടെ പാസ്പോർട്ട് മാറും, നമ്മുടെ പാൻ കാർഡ് മാറും, നമ്മുടെ എല്ലാ രേഖകളും മാറും. ഇത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇത് എക്കണോമിക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇതൊരു സേവന വിഭാഗമാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്.
നഷ്ടക്കച്ചവടത്തിന്റെ പേര് പറഞ്ഞാണ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാൻ നീക്കം നടത്തുന്നതെന്നും എന്നാൽ പോസ്റ്റ് ഓഫീസ് സേവന വിഭാഗമാണെന്നും ഇത് അൺഎക്കണോമിയുടെ പേരിൽ അടച്ചുപൂട്ടുന്നത് പ്രതിഷേധാർഹമാണെന്നും എഴുത്തുകാരനും പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി വൈസ് ചെയർമാനുമായ ടി.എ. ഷാഫി പറഞ്ഞു. തളങ്കരയിൽ 1955 സബ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. പ്രവാസികൾ ഒരുപാടുള്ള ഒരു സ്ഥലമെന്ന നിലയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കേന്ദ്രമായിരുന്നു തളങ്കര പോസ്റ്റ് ഓഫീസ്. അതിനെ ഇന്നും ജനങ്ങൾ പ്രയോജനകരമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അടുത്ത മാസം 9 ഫെബ്രുവരി 9 ഈ പോസ്റ്റ് ഓഫീസ് നഷ്ടക്കച്ചവടം എന്ന പേരിൽ പൂട്ടിയിടാൻ പോവുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇതിനെതിരെ തളങ്കരയിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം അലിയടിക്കുന്നുണ്ട്. ഈ നഷ്ടം എന്ന് പറഞ്ഞ് പൂട്ടിയിടാൻ ഇത് സൂപ്പർ മാർക്കറ്റൊന്നും അല്ലല്ലോ. പൊതുജനങ്ങൾക്ക് സേവനം നൽകേണ്ട ഒരു സർക്കാർ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് 1955 മുതൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് നിർത്തലാക്കാൻ പോകുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. അവിടുത്തെ ജനങ്ങൾ പല ആവശ്യങ്ങൾക്കും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ പല ആവശ്യങ്ങൾക്കും ഈ പോസ്റ്റ് ഓഫീസിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും ഈ പോസ്റ്റ് ഓഫീസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഏത് ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഏതായാലും നാട് ഒന്നടങ്കം ശക്തമായിട്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാപ്പകൽ സമരം രാവിലെ മുതൽ ആരംഭിച്ചു. നാളെ രാവിലെ വരെ രാപ്പകൽ സമരം തുടരും. ജനപ്രതിനിധികളുടെ അടക്കം നാട്ടുകാരുടെ ഒന്നടങ്കം പിന്തുണ ഈ സമരത്തിനുണ്ട്. പോസ്റ്റ് ഓഫീസ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാപ്പകൽ സമരം നടത്തിയതിന് പിന്നാലെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് തളങ്കര പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. തളങ്കര പ്രദേശത്തിൻ്റെ പ്രധാന ആശയവിനിമയ ഉപാധികളിലൊന്നാണ് ഈ പോസ്റ്റ് ഓഫീസ്. അൺഎക്കണോമിയുടെ പേര് പറഞ്ഞു ഈ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള ഉത്തരവിറങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത്. സേവന വിഭാഗമായ പോസ്റ്റ് ഓഫീസ് അൺഎക്കണോമിയുടെ പേരിൽ ഒഴിവാക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഉത്തരവ് പിൻവലിക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കേരള ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ചാർജ് വഹിക്കുന്ന സയ്യിദ് റാഷിദാണ് എന്നെ നെല്ലിക്കുന്ന് MLA യെ തളങ്കര പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാനുള്ള തീരുമാനം ഉപേക്ഷിച്ച വിവരം രേഖാമൂലം അറിയിച്ചത്. ദേശീയ തലത്തിൽ വരുമാനം കുറഞ്ഞ പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് തളങ്കര സബ് പോസ്റ്റ് ഓഫീസും നിർത്തലാക്കാൻ നേരത്തെ തീരുമാനിച്ചതെന്ന് പോസ്റ്റ് മാസ്റ്റർ ജനറൽ MLAയ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ തളങ്കരയുടെ സാമൂഹിക പ്രാധാന്യവും ജനങ്ങളുടെ ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് വിഷയം പ്രത്യേകമായി പരിശോധിച്ച് നിലവിലുള്ള തീരുമാനം തിരുത്തുകയായിരുന്നുവെന്നും PMGയുടെ കത്തിൽ പറയുന്നു. നേരത്തെ തിരുവനന്തപുരത്ത് വെച്ച് പോസ്റ്റ് മാസ്റ്റർ ജനറലിനെ നേരിൽ കണ്ട് എന്നെ നെല്ലിക്കുന്ന് MLA നിവേദനം നൽകിയിരുന്നു. വിഷയം വിശദമായി പരിശോധിച്ച് ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കുമെന്ന് അന്ന് MLAയ്ക്ക് ഉറപ്പു ലഭിച്ചിരുന്നു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമരത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ആരിക്കാടി ടോൾ പ്ലാസ വിരുദ്ധ പ്രക്ഷോഭത്തിനു പിന്നാലെ കാസർഗോഡ് കണ്ട മറ്റൊരു വലിയ ജനകീയ വിജയമാണിത്. പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാനുള്ള നീക്കം പിൻവലിച്ചത് ഒരു നാട് ഒത്തൊരുമിച്ച് നടത്തിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ വിജയമായി മാറിയിരിക്കുകയാണ്. ഈ ആവശ്യം നേടിയെടുക്കുന്നതിനായി അഹോരാത്രം പ്രയത്നിച്ച ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെയും നാട്ടുകാരെയും എന്നെ നെല്ലിക്കുന്ന് MLA അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബളാൽ പഞ്ചായത്തിലെ കൊന്നക്കാട് കമ്മാടി വനത്തിൽ വൻ തീപിടുത്തം. ബുധനാഴ്ച രാത്രി 10 മണിക്ക് തുടങ്ങിയ തീ ഇപ്പോഴും തുടരുന്നു. വനത്തിൽ നിന്നും തീ ജനവാസ മേഖലയിലേക്ക് പടരാതിരിക്കുവാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിവരുന്നു. ബളാൽ പഞ്ചായത്തിലെ കൊന്നക്കാട് കമ്മാടി പ്രദേശത്തെ ആശങ്കയിലാഴ്ത്തി വനത്തിൽ വൻ തീപിടുത്തം. ബുധനാഴ്ച രാത്രി 10 മണിക്കാണ് തീപിടുത്തമുണ്ടായത്. പുക ഉയരുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് തീപിടിച്ചതായി അറിഞ്ഞത്. തീ ഇപ്പോഴും കെടുത്തുവാനായിട്ടില്ല. കാറ്റുള്ളതും ദുർഘടപാത കാരണവുമാണ് തീ നിയന്ത്രണ വിധേയമാക്കുവാൻ തടസ്സമാകുന്നത്. വനത്തിൽ നിന്നും തീ ജനവാസ മേഖലയിലേക്ക് പടരാതിരിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. കാഞ്ഞങ്ങാട് നിന്നും കുറ്റിക്കോലിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ മലമടക്ക് പ്രദേശമായതിനാൽ വെള്ളമൊഴിച്ച് തീയണക്കാൻ കഴിയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഇതേ തുടർന്ന് പ്രദേശവാസികൾ മുന്നിൽ നിന്നാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം നടത്തിവരുന്നത്. വെള്ളരിക്കുണ്ട് പോലീസും സ്ഥലത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.
മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ കഞ്ചാവ് വേട്ട. 13 കിലോയോളം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മംഗളൂരുവിൽ നിന്നും കാസർഗോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് മഹാരാഷ്ട്ര സ്വദേശിയായ രാകേഷ് പ്രകാശ് ഡോങ്ര കഞ്ചാവുമായി പിടിയിലായത്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 12.640 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തു. മംഗളൂരുവിൽ നിന്ന് കാസർഗോഡേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് യാത്രക്കാരനായ മഹാരാഷ്ട്ര സ്വദേശിയായ രാകേഷ് പ്രകാശ് ഡോങ്ര കഞ്ചാവുമായി അറസ്റ്റിലായത്. ബുധനാഴ്ച രാവിലെ 11:50 നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ ട്രോളി ബാഗിൽ 13 പൊതികളിലായി കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് കണ്ടെത്തിയത്. മഞ്ചേശ്വരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KK ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർ ആദർശ് ജി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശ്രീനിവാസൻ പത്തിൽ, പ്രമോദ് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ പ്രജിത് കുമാർ, മധു എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെയും തൊണ്ടിമുതലുകളും കേസ് രേഖകളും തുടർ നടപടികൾക്കായി കുമ്പള എക്സൈസ് റേഞ്ചിന് കൈമാറി. ഇന്ന് ചെക്ക് പോസ്റ്റിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടയിൽ കഞ്ചാവുമായി മഹാരാഷ്ട്ര സ്വദേശിയായ രാകേഷ് പ്രകാശ് ഡോങ്രെ എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രതിയിൽ നിന്നും 12.5 കിലോഗ്രാം കൂടുതൽ കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. മംഗലാപുരത്തു നിന്നും കാസർഗോഡേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മാസങ്ങൾക്ക് മുൻപ് കളഞ്ഞുപോയ സ്വർണ്ണക്കമ്മൽ ഉടമസ്ഥന് തിരിച്ചു നൽകി തൊഴിലുറപ്പ് തൊഴിലാളികൾ. എടനീരിലെ സുബൈദയുടെ നഷ്ടപ്പെട്ട സ്വർണ്ണക്കമ്മലാണ് ജോലി ചെയ്യുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചത്. ഉടൻ തന്നെ ഇവർ ഇത് സുബൈദയ്ക്ക് കൈമാറുകയായിരുന്നു. ചെങ്കള പഞ്ചായത്തിലെ എടനീർ വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് തൊഴിലാളികൾക്ക് സ്വർണ്ണക്കമ്മൽ വീണുകിട്ടിയത്. സ്വർണ്ണവില കുത്തനെ ഉയർന്ന ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കമ്മൽ നഷ്ടപ്പെട്ടതു മുതൽ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഉടമസ്ഥയായ സുബൈദ. യാദൃശ്ചികമായാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്നതിനിടെ ഈ സ്വർണ്ണക്കമ്മൽ കിട്ടിയത്. ഉടനെ തന്നെ സ്ഥലത്തിന്റെ ഉടമയെ അറിയിക്കുകയും അത് 9 മാസങ്ങൾക്ക് മുൻപ് കാണാതെ പോയ കമ്മലാണെന്ന് സ്ഥിരീകരിച്ചതിനു ശേഷം തൊഴിലാളികൾ ഉടമയ്ക്ക് തിരികെ നൽകുകയുമായിരുന്നു. കിട്ടില്ല എന്ന് കരുതി അന്വേഷണം അവസാനിപ്പിച്ച് വിഷമത്തിലിരിക്കുമ്പോഴാണ് സുബൈദയുടെ മുന്നിൽ ഭാഗ്യദേവത തൊഴിലുറപ്പ് തൊഴിലാളികളുടെ രൂപത്തിൽ വന്നത്. കളഞ്ഞുപോയ സ്വർണ്ണാഭരണം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് സുബൈദ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ടെറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രം ചീമേനി ചമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമി അങ്കണത്തിൽ 13 രാവിലെ 10:30 സിനിമാ സംഗീത സംവിധായകൻ PS വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രത്തിൽ നിന്നും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകാർക്കും സൗജന്യ നിരക്കിൽ ശില്പങ്ങൾ നൽകുവാൻ സൗകര്യമൊരുക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു. ചീമേനി ചെമ്പ്രക്കാനത്തെ ചിത്രശില്പ കലാ അക്കാദമി അങ്കണത്തിലെ ടെറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രത്തിൽ ശില്പരചനകൾ കാണാൻ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 15-ൽ പരം ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ ഉൾപ്പെടെ എത്തിച്ചേരും. 13 വെള്ളിയാഴ്ച രാവിലെ 10:30 സിനിമാ സംഗീത സംവിധായകൻ PS വിദ്യാധരൻ മാസ്റ്റർ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ പ്രമുഖ ചിത്രകാരൻ തിരുവനന്തപുരം കാരക്കമണ്ഡപം വിജയകുമാർ മുഖ്യാതിഥിയാകും. ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട്ട് അധ്യക്ഷത വഹിക്കും. പരിപാടിയിൽ വിവിധ തലങ്ങളിലെ ജനപ്രതിനിധികളും 2 ജില്ലകളിലുമുള്ള ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റുമാരും പങ്കെടുക്കും. വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ആർട്ട് അറ്റ് ഹോം എന്ന പദ്ധതി യാഥാർത്ഥ്യമാകും. വീടായാൽ ഒരു ചിത്രവും ശില്പവും എന്ന പരിപാടി നടപ്പിലാക്കുക എന്നതും ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകാർക്കും സൗജന്യ നിരക്കിൽ ശില്പങ്ങൾ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള കരകൗശല രചനശാലകളുടെ ചിത്രശില്പങ്ങളുടെ പ്രദർശനവും വിപണനവും കേന്ദ്രത്തിൽ നടക്കും. ടെറാക്കോട്ട ശില്പങ്ങൾ, ബ്രോൺസ് ശില്പങ്ങൾ, കളിമൺ ശില്പങ്ങൾ, വിവിധതരം ആർട്ടിസ്റ്റിക് പൊടികൾ, കണ്ടംപററി പെയിന്റിംഗ്സ്, കണ്ടംപററി ശില്പങ്ങൾ, മ്യൂറൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള രചനയും വിൽപ്പനയ്ക്കുണ്ടാകും. തിരഞ്ഞെടുത്ത 15 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ നേരത്തെ തന്നെ ശില്പനിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. ശില്പകലയിൽ കഴിഞ്ഞ 13 വർഷങ്ങൾക്കുള്ളിൽ ദേശീയ അവാർഡുകൾ വാങ്ങിയ 16 കലാകാരന്മാർ ചെമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മൾ ഈ പറയുന്ന ആർട്ട് അറ്റ് ഹോം എന്ന പദ്ധതിയും അതിനോടൊപ്പം നമ്മൾ ഈ ശില്പരചന എന്ന് പറയുന്നത് ടെറാക്കോട്ട പെയിന്റിംഗ് സ്കൾപ്ചറായാലും, കണ്ടംപററി സ്കൾപ്ചറായാലും, ബന്ധശില്പങ്ങളായാലും, മ്യൂറൽ പെയിന്റിംഗ് ആയാലും, റിലീഫ് സ്കൾപ്ചർ ആയാലും, ഫൈബർ ഗ്ലാസ് ശില്പങ്ങളായാലും, അങ്ങനെ ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും സമസ്ത മേഖലയിലുള്ള സമന്വയ കേന്ദ്രമാണ് ഈ ടെറാക്കോട്ട വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രം. അതിനപ്പുറം കേരള സർക്കാരിൻ്റെ
കരകൗശല കേരള സർക്കാർ അംഗീകൃതമുള്ള കരകൗശല മേഖലയിൽ നിന്ന് രചിക്കപ്പെടുന്ന ചിത്രങ്ങളും ശില്പങ്ങളും പ്രകാരത്തിലുള്ള ഈ ടെറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ ആർട്ട് കേന്ദ്രത്തിൽ ടെറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രം പ്രസിഡന്റും ശില്പിയുമായ രവീന്ദ്രൻ തൃക്കരിപ്പൂർ, സെക്രട്ടറി പി ആദർശ്, ടി കൃഷ്ണപ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സാഹോദര്യത്തിന്റെ സന്ദേശവുമായി ചൌക്കിയിലുള്ള ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിൽ ചൌക്കി ജമാഅത്ത് പള്ളി കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും പങ്കെടുത്തു. വർഷങ്ങൾക്കപ്പുറമുള്ള ഈ ചടങ്ങ് മുറതെറ്റാതെ ഇന്നും തുടർന്നു പോരുന്നത് ഈ പ്രദേശത്തിന്റെ മതസാഹോദര്യത്തിന് കരുത്തു പകരുന്നതാണ്. ക്ഷേത്രത്തിലെത്തിയ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് ഊഷ്മളമായ സ്വീകരണം നൽകി. അപരവിദ്വേഷങ്ങൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് സമൂഹത്തിന് മാതൃകയാവുകയാണ് ചൌക്കിയിലുള്ള ശ്രീ ഭഗവതി ക്ഷേത്രവും നൂറുൽ ഹുദ ജുമാ മസ്ജിദും. ചൌക്കിയിലുള്ള ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിൽ ചൌക്കി ജമാഅത്ത് പള്ളി കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും പങ്കെടുത്തപ്പോൾ അത് മതമൈത്രിയുടെ മനോഹര കാഴ്ചയായി. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും പങ്കെടുത്തത്. വർഷങ്ങൾക്കപ്പുറമുള്ള ഈ ചടങ്ങ് മുറതെറ്റാതെ ഇന്നും തുടർന്നു പോരുന്നത് ഈ പ്രദേശത്തിന്റെ മതസാഹോദര്യത്തിന് കരുത്തു പകരുന്നതാണ്. കഴിഞ്ഞ മാസം 18-ാം തീയതി ചൌക്കിയിൽ പുതുതായി പണിത ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന ദിവസം ശ്രീ ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും വിശ്വാസികളുമടക്കം നിരവധി പേർ മസ്ജിദ് സന്ദർശിച്ച് സ്നേഹവും സൗഹൃദവും പങ്കിട്ടിരുന്നു. ഇത്തരം നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു നാട് സാക്ഷിയാകുമ്പോൾ പൂത്തുലയുന്നത് ആ നാടിന്റെ സൗഹാർദ്ദവും സ്നേഹവും സാഹോദര്യവുമാണ്. ക്ഷേത്രോത്സവ സന്ദർശനത്തിന് ചൌക്കി നൂറുൽ ഹുദ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദു കെ കാവുകോളി, ജനറൽ സെക്രട്ടറി ഷാഫി കെ പുറം, ഭാരവാഹികളായ ഹമീദ് പടിഞ്ഞാർ, KP മുഹമ്മദ് കല്ലങ്കൈ, റഹ്മാൻ കന്യാപ്പാടി, കരീം മയിൽപ്പാറ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കരീം ചൌക്കി, ഗഫൂർ പേരാൽ, മുസ്തഫ തോരവളപ്പ്, ജമാഅത്ത് അംഗങ്ങളായ മുഹമ്മദ് അഹമ്മദ് ഹാജി, ഷുക്കൂർ മുക്രി, അഷ്റഫ് കുളങ്ങര, നിസാഫി കെ പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെത്തിയ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ശരീര സൗന്ദര്യ മത്സരം മിസ്റ്റർ ആൻഡ് മിസ് കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 16 കാലിക്കടവിൽ നടക്കും. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന 300-ൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് കാസർഗോഡിന്റെ നേതൃത്വത്തിലാണ് ജില്ലാ ശരീര സൗന്ദര്യ മത്സരവും മിസ്റ്റർ ആൻഡ് മിസ് കാസർഗോഡ് മത്സരവും സംഘടിപ്പിക്കുന്നത്. 5 വയസ്സ് മുതൽ 100 വയസ്സ് വരെ 9 വിഭാഗങ്ങളിലായാണ് ശരീരഭാര നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരമുള്ളത്. പുരുഷന്മാർക്ക് എല്ലാ വിഭാഗങ്ങളിലും മത്സരമുണ്ടെങ്കിലും വനിതകൾക്ക് 2 ഇനങ്ങളിലാണ് മത്സരം. ഫെബ്രുവരി 16 കാലിക്കടവിലെ ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ്, മോഡൽ ഫിസിക്, വുമൺ ബോഡി ബിൽഡിംഗ്, വുമൺ മോഡൽ ഫിസിക് തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം. 2026 വർഷത്തെ മിസ്റ്റർ കാസർഗോഡ് ആൻഡ് മിസ് കാസർഗോഡ് മത്സരത്തെ കുറിച്ച് പറയാനാണ്. എല്ലാ വർഷവും നല്ല ഗംഭീരത്തോടെ നടത്തി വരാറുള്ള ഈ ഒരു മത്സരം ഈ വർഷവും അതിനേക്കാൾ ഉപരി നല്ല ഗംഭീരമായിട്ട് തന്നെ മത്സരം നടത്തുന്നു. 2026 ഫെബ്രുവരി 16-ാം തീയതി തിങ്കളാഴ്ച കാലിക്കടവ് ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള അവരുടെ അസോസിയേഷൻ ആയതുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റും അസോസിയേഷൻ്റെ വകയായിട്ടുള്ള ട്രോഫികളും മറ്റെല്ലാ സമ്മാനങ്ങളും ക്യാഷ് പ്രൈസും ഒക്കെ ഉണ്ട്. ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് കാസർഗോഡ് പ്രസിഡന്റ് പി നാരായണൻ, സെക്രട്ടറി പ്രദീപ് ഹിൽട്ടൺ, ട്രഷറർ PV രാജു, സംഘാടക സമിതി ചെയർമാൻ KPV രാജീവൻ, കൺവീനർ ജോണി ജോസഫ്, ബാബു കുന്നത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് നഗരസഭ പാലിയേറ്റീവ് വളണ്ടിയർ ത്രിദിന പരിശീലന പരിപാടിക്ക് തുടക്കമായി. സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശവുമായാണ് പരിശീലന പരിപാടി നടത്തുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നിവർ ചേർന്ന് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുള്ള ത്രിദിന വോളണ്ടിയർ പരിശീലന പരിപാടിക്ക് തുടക്കമായി. സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശവുമായാണ് പരിശീലന പരിപാടി നടത്തുന്നത്. സാമൂഹിക സന്നദ്ധ സേവന രജിസ്ട്രേഷൻ, ഹോം കെയർ, രോഗി ബന്ധു സംഗമം തുടങ്ങിയ നിരവധി സേവന പരിചരണ പരിശീലനമാണ് ത്രിദിന വോളണ്ടിയർ പരിശീലന ക്യാമ്പിൽ നടക്കുന്നത്.
നഗരസഭയിലെ 43 വാർഡുകളിലെയും തെരഞ്ഞെടുത്ത അംഗങ്ങൾ പങ്കെടുത്ത അലാമിപ്പള്ളി മുനിസിപ്പൽ കോംപ്ലക്സിൽ നടന്ന പരിശീലന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മുടെ മനസ്സ് അതിൽ ഭാഗമാണ്. മനസ്സ് ശരീരം ഭാഗപ്പെട്ടു. ഞാൻ പരീക്ഷ കൊടുത്തതാണ്. പക്ഷെ ഒരു രോഗി അവിടെ ആകെ മുഷിഞ്ഞിരിക്കുകയാണ്. ആകെ കിടപ്പിൽ തന്നെയാണ്. എല്ലാം കാര്യം നിർവഹിക്കുന്നത്. മലമൂത്ര വിസർജനം എല്ലാം കിടപ്പിൽ തന്നെയാണ്. ഞാൻ പരീക്ഷ കൊടുത്തതിനാണ്. ഞാൻ എന്ത് പരീക്ഷ കൊടുത്തത്? ആ രോഗിയെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി ആ കിടത്തി നല്ല സന്തോഷത്തോടുകൂടി അരമണിക്കൂർ ഇരുന്ന് വർത്താനം പറഞ്ഞ് പോകാൻ സമയമുള്ള ആളാണോ? അവർക്കേ പരീക്ഷ കൊടുത്തതാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ അത് കാണും പറക്കും, ഇത് കാണും പറക്കും. എനിക്കിപ്പോൾ പോകാൻ സമയമില്ല. അങ്ങനത്തെ ഇതാവാൻ പറ്റില്ല. ഇന്ന് ക്ലാസ് പാലിയേറ്റീവ് ആദ്യ അവസാനം പങ്കെടുക്കുമോ? കുറേ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് കുറെ കാര്യം അറിഞ്ഞു. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്. അറിയാത്തത് പഠിക്കാനാണ്. അതാണ്. അതുകൊണ്ട് രണ്ടാം പാഠം വന്ന ആളെ കണക്ക് പോകില്ല. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് മുറിയനാവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് MV ജീജ, പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ ഷിജി ശേഖർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഷെരീഫ്, ജില്ലാ ആശുപത്രി ജീവനക്കാരായ HIP മുരളീധരൻ, അശ്വതി S നായർ, PK രാജി, MK ബിന്ദു എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. കൌൺസിലർമാർ, ആശാവർക്കർമാർ, പൊതുപ്രവർത്തകർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലയിൽ ഒഴിവുള്ള പ്രിൻസിപ്പൽ തസ്തികയിൽ ഉടൻ നിയമനം നടത്തണമെന്ന് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വാർഷിക ജനറൽ ബോഡി യോഗവും പ്രിൻസിപ്പാൽമാർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു. ജില്ലയിൽ ഒഴിവുള്ള പ്രിൻസിപ്പൽ തസ്തികയിൽ ഉടൻ നിയമനം നടത്തണമെന്ന് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വാർഷിക ജനറൽ ബോഡി യോഗവും പ്രിൻസിപ്പൽമാർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ശ്രദ്ധിക്കേണ്ടവരാണ് പ്രിൻസിപ്പൽമാർ. എന്താ സ്ഥിതി? നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അധികാരികളുടെ മുമ്പിൽ നമുക്ക് ഈ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ എത്തിക്കാനും ഇത് നേടിയെടുക്കാനും ഒന്നിച്ചു നിൽക്കാൻ കഴിയും. ഏതാണ്ട് 35 പ്രിൻസിപ്പൽമാർ ഇല്ലാത്ത കസേര ഒഴിഞ്ഞടക്കാം. 35 സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പൽമാരില്ല. നാഥനില്ല കളിയെന്ന് പറയും. അല്ലെ, നാഥനില്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ മാറ്റാൻ ഈ ഉള്ളവനും നല്ല ശ്രമം നടത്താം സർക്കാരിൽ എന്നാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ. അഥവാ ഉള്ളെടുത്ത സ്ഥിതി എന്താ? ഞാനിപ്പോ ചെയർമാനാണ്. അജണ്ട തയ്യാറാക്കാൻ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഫോറം പ്രസിഡന്റ് ഡോക്ടർ AV സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. RDD AK വിനോദ് കുമാർ മുഖ്യാതിഥിയായി. മലപ്പുറം RDD ബിയാട്രീസ് A മരിയ, ജില്ലാ കോർഡിനേറ്റർ CV അരവിന്ദാക്ഷൻ, ഡോക്ടർ N വേണുനാഥൻ, ഡോക്ടർ T ഗീത, AV സുധ, N അബ്ദുൽ ലത്തീഫ്, K ദിവാകരൻ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ KH സാജൻ, കോഴിക്കോട് RDD R രാജേഷ് കുമാർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ P മോഹനൻ തുടങ്ങി 18 പ്രിൻസിപ്പൽമാർക്ക് യാത്രയപ്പ് നൽകി. പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി KN രമേശ് സ്വാഗതവും ട്രഷറർ PV ലീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. പണിമുടക്കിന്റെ ഭാഗമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിന്റെ ഭാഗമായി UDTFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പണിമുടക്ക് കാഞ്ഞങ്ങാട് നഗരത്തിലും പൂർണ്ണം. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. മഞ്ചേശ്വരം തുമിനാട്ട് മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉമ്മർ ഫാറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്.
ഭർതൃമതിയെ ഭീഷണിപ്പെടുത്തി വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസ്. കുമ്പളയിലെ CPM നേതാവ് സുധാകരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. തളങ്കര സബ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടില്ല. പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാനുള്ള നീക്കം പോസ്റ്റൽ വകുപ്പ് ഔദ്യോഗികമായി ഉപേക്ഷിച്ചു. KCN ഇംപാക്ട്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ കഞ്ചാവ് വേട്ട. 13 കിലോയോളം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.